നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, പോത്തുകൽ, പൂക്കോട്ടുംപാടം എന്നീ 5 പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ സബ് ഡിവിഷനെ 2 സബ് ഡിവിഷനുകളായി തിരിച്ചു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ 263 പോളിംഗ് ബൂത്തുകളെ ഒരു സബ് ഇൻസ്പെക്ടർ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന പോലീസിന്റെ 17 ഗ്രൂപ്പ് പെട്രോളിംഗ് ടീമുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഒരു കമ്പനി കേന്ദ്രസേന ജൂൺ 4-ന് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കമ്പനി AP ബറ്റാലിയൻ സേനാംഗങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ആകെ 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയോഗിക്കും. മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലും മറ്റ് പ്രത്യേക ശ്രദ്ധ ആവശ്യമായതുമായ ബൂത്തുകളിലും കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ദോബസ്ത് സ്കീം പ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണയിൽ ഇലക്ഷൻ തീരുന്നതുവരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിലുടനീളം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സൈബർ ഇടങ്ങളിൽ പെട്രോളിംഗ് നടക്കുന്നുണ്ട്. ഇലക്ട്രൽ ഒഫൻസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും BNSലെ വിവിധ വകുപ്പുകൾ പ്രകാരവും നടപടി സ്വീകരിക്കും. നിലമ്പൂർ LIC നമുക്ക് മൊത്തം 5 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് ഭരണം നടക്കുന്നത്. അത് ഇപ്പൊ നിലവിൽ നിലമ്പൂർ സബ് ഡിവിഷന്റെ കീഴിലാണ് വരുന്നത്. അതിനെ തന്നെ ഈ 5 പോലീസ് സ്റ്റേഷനുകളെ തന്നെ 2 ഇലക്ഷൻ സബ് ഡിവിഷനുകളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അതില് നിലമ്പൂർ നിലമ്പൂർ, പൂക്കോട്ടുംപാടം ഈ 2 സ്റ്റേഷനുകളും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും, പോത്തുകല്ല്, വഴിക്കടവ്, എടക്കര ഈ 3 സ്റ്റേഷനുകളും മറ്റൊരു ഡിവൈഎസ്പിയുടെ. സോ ഈ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ട് ഭരണം നടക്കുന്ന നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കവർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ 5 സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ 2 ദിവസങ്ങൾ 18, 19 നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തം ഡിപ്ലോയ്മെന്റ് നമ്മൾ 1200 അധികം 1200+ പോലീസ് ഓഫീസേഴ്സിനെയാണ് മൊത്തത്തിൽ ഡിപ്ലോയ് ചെയ്യുന്നത്. ബൂത്ത് ലെവൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും. സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ഇല്ല. നമ്മൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ബൂത്തുള്ള പോളിംഗ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം 2 പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഉണ്ടാവുക. അതിന് സ്കെയിൽ അനുസരിച്ച് കെട്ടിടങ്ങളുടെ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പർ കൂടുന്നതനുസരിച്ച് 5ഉം 6ഉം ഒക്കെ ആയിട്ട് അതിന്റെ നമ്പറുകൾ കൂടും. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.